ഹായ് ഹലോ നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. രാവിലെ ഈ തണുത്ത പ്രഭാതത്തിൽ എണീറ്റ് ഫോൺ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ചെറിയ 2 കട്ടിങ്ങൾ കണ്ട്. ആ 2 വീഡിയോ കട്ടിങ് അത് കണ്ടു കഴിഞ്ഞപ്പം പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല. ഇതെന്താ ജീവി, ഇതെന്നാ കടിക്കുമോ എന്നുള്ള ചിന്തയായിപ്പോയി. ഞാൻ ഫോൺ മാറ്റി വെച്ചു. അവൻ്റെ ആ എക്സ്പ്രഷൻസൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. ഇവനെ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. നെഗറ്റീവ് എനർജി ഫുള്ള് ഫില്ല് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന മനുഷ്യരാണ് ഇവനെ കാണാനിരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം, അല്ലേ? ഇവൻ രാവിലെ ഞങ്ങളുടെ റബ്ബർ വെട്ടാൻ എങ്ങാണ്ട് പോകാൻ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. മാസങ്ങളോളം കുളിക്കാതെ നനയ്ക്കാതെ ഇല്ല, റബ്ബർ വെട്ടാൻ പോകുന്ന മനുഷ്യരൊക്കെ ചിലപ്പം ഒറ്റ ഡ്രസ്സല്ലേ ഇടുന്നേ. അതെത്രയോ ദിവസങ്ങളല്ലേ മാസങ്ങൾ അത് തന്നെ ഇട്ടുകൊണ്ട് പോകുന്നല്ലേ. ഇവന് അങ്ങനെ ഇട്ടിറങ്ങുന്നതാണ്. വീട്ടുകാർക്ക് സംശയം തോന്നത്തില്ലല്ലോ. വീട്ടുകാർക്ക് സംശയം തോന്നുമോ? വീട്ടുകാർക്ക് സംശയം തോന്നില്ല. അവൻ രാവിലെ റബ്ബർ വെട്ടാൻ പോകുന്ന അല്ലേ കറ എടുക്കാൻ പോകുന്നേ വിചാരിക്കും. അങ്ങനെ രാവിലെ ഇറങ്ങിപ്പോകുന്ന വഴിക്കാണ് ഇവന് ഈ ലൈവിൽ വരുന്നത്. അതേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. ഈ കാലാപിറക്കി നടക്കുന്നവൻ്റെ ഒരു കോലത്തിലല്ലേ ഇവൻ വന്നിരിക്കുന്നേ. അവന് ഏതോ വലിയ അപ്പാപ്പൻ്റെ കുണ്ടിക്കെന്തോ ഉണ്ടെന്നല്ലേ പറഞ്ഞു. രാവിലെ തന്നെ ഞാൻ ആവശ്യമില്ലാത്തൊന്നും പറയുന്നില്ല. ഇവൻ പറയുന്ന ഒരു പോയിൻ്റ് ഞാൻ ക്യാച്ച് ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൂറിയവനെ ചുമന്നാൽ ചുവന്നവന് നാറുമെന്ന്. അതല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നേ. യൂട്യൂബിൽ വന്നിട്ട് വലിയ ആളാകാൻ വേണ്ടി തൂറി വാരി മെഴുകിയ അയ്മയിരിനെ ചുമക്കാൻ പോയിട്ടല്ലേടാ നീ ഇപ്പം എങ്ങാണ്ടിരിക്കുന്നത്. അള്ളയ്ക്കും തന്തയ്ക്കും വീട്ടിലുള്ള അപ്പനപ്പൂപ്പന്മാരെ വരെ പറയിപ്പിച്ച് കുഴി കിടക്കുന്ന നിൻ്റെ ആപ്പാപ്പൻ വരെ തുമ്മിയില്ലേ. എടാ കൊച്ചു കഴിവേറി, ഞാൻ ചത്തുപോയിട്ട് എന്നെ നീ സ്വസ്ഥമായിട്ട് കിടത്തത്തില്ലടാ. അയാൾ അവിടെ കിടന്ന് ചോദിച്ചില്ലേടാ നിന്നോട്? എനിക്ക് വയ്യ ചിരിച്ച്. അവൻ്റെ തൂറിയവനെ ചുമന്നിട്ട് അവൻ തന്നെ അവൻ്റെ പോയിൻ്റുകൾ എടുത്തിറക്കുവാണ് അവന്. ഇവനെ പോലുള്ള ഒരു നികൃഷ്ട ജന്മം നേരം വെളുത്ത് രാവിലെ വന്നിരുന്ന് ഇങ്ങനെ ഛർദ്ദിച്ച് വെക്കുമ്പോൾ അത് കേൾക്കാൻ കുറേ എണ്ണം പോയി ചുറ്റും കൂടും. ഇതാണ് ഇവർക്ക് കിട്ടുന്ന, ഇവരെ പോലുള്ളവർക്ക് കിട്ടുന്ന പ്രചോദനം, ഇല്ലേ? ഈ ഐമലരെന്ന് പറയുന്ന ആ പന്നത്തെ പിടിച്ച് കാണിക്കുന്ന തോന്നിവാസങ്ങൾ എന്തൊക്കെയാണ്? അവക്ക് ചാനൽ വളർത്തണം. ഓക്കെ, കണ്ടവൻ്റെ നെഞ്ചത്ത് കയറാതെ ചാനൽ വളർത്തടി. 9 ആണേലും നിനക്ക് ഒരു രൂപം തന്നിട്ടില്ലേ? അതൊക്കെ വെച്ച് നീ അങ്ങ് ഉണ്ടാക്ക്. ഈ വന്ന കാലത്ത് നീ കസേര കളിക്കുന്നത് വീഡിയോ നീ ലൈവിലിറി, നിനക്ക് റീച്ച് കിട്ടുമടി. നിൻ്റെ കസേരകളി, നീ ക്രിയേറ്റ് ചെയ്ത കസേരകളി, അത് നീ കളിച്ച് നിനക്ക് നല്ല എക്സ്പീരിയൻസ് അല്ലേ? അത് നീ ലൈവിലിടും, നിനക്ക് നല്ല റീച്ച് കിട്ടത്തില്ലേ? എന്തിനാ വന്ന് കണ്ടവൻ്റെ അപ്പനപ്പൂപ്പന്മാരെ പറയുന്നേ? ഒരു കമൻ്റ് ഇട്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പ്രതികരിച്ചെന്നോ പറഞ്ഞ് അവരെയൊക്കെ നായിൻ്റെ മോളെ വേശ്യേ പന്ന പോലെയാടി. എടി നീ, നിൻ്റെ അമ്മ, നിൻ്റെ അമ്മയുടെ അമ്മ എല്ലാവരും ഇരട്ടിയാണ്, കണ്ണൂരാണ് ആ കൂത്തിച്ചിറീത്തയുടെ നാട്. അങ്ങനെ വേശ്യയായിട്ട് നടന്നു കാണും. കുടുംബത്തിലൊരു നല്ല കാര്യം പോലും നടക്കാതെ ഒരു മനുഷ്യൻ, അവിടെ ഒരുത്തനുണ്ട്, നിർജീവ വസ്തുവായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള ഒരുത്തൻ നിനക്കുണ്ടായി. പിന്നെ നീ തേടി പിടിച്ചൊരുത്തനെ, അതും വെറും ഒരു ഷോണ്ണൻ. പാവമായിരിക്കും ആ മനുഷ്യൻ.
നിൻ്റെയൊക്കെ ശല്യവും നിൻ്റെയൊക്കെ ഇതുമാതിരിയുള്ള അപരാധിത്തരവും സഹിക്കാതെ അയാൾ അന്യനാട്ടിൽ പോയി കിടന്ന് കിട്ടുന്നത് കള്ളും കുടിച്ച് ചീട്ട് കളിച്ച് തീർക്കുകയാണ്. നിനക്കൊക്കെ നാട്ടിൽ തുച്ഛമായത് എന്തെങ്കിലും കൊണ്ട് തരുന്നുണ്ടായിരിക്കും, അല്ലെ അയച്ചു തരുന്നുണ്ടായിരിക്കും. അതൊന്നും തികയാഞ്ഞിട്ടാണ് നീ ഇങ്ങനെ ഈ അപരാധിത്തരം ഈ യൂട്യൂബിൽ വന്നിരുന്ന് ഈ സമൂഹ മാധ്യമത്തിൽ വന്നിരുന്ന് കാണിക്കുന്നത്. ഇതെല്ലാം കണ്ടും കേട്ടുകൊണ്ട് ബാക്കിയുള്ളവരങ്ങ് മിണ്ടാതിരിക്കണമെന്നാണ് നിൻ്റെ ഒരു ഇതല്ലെന്നുണ്ടെങ്കിൽ നായിൻ്റെ മോള് പ്രതികരിച്ച വേശ്യ അവിടെ അമ്മയുടെ മറ്റേടത്ത് പോലെയാടി. നിന്നെയൊക്കെ ഒരു രീതിയിലും ഞങ്ങൾ അംഗീകരിച്ച് തരത്തില്ല. ഒരു രീതിയിലും നിന്നെ അംഗീകരിക്കുന്നത് നെഗറ്റീവ് മൈൻഡോട് കൂടി നടക്കുന്ന ആൾക്കാരാണ്. നിൻ്റെയൊക്കെ ബുദ്ധി അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് ചില വലിയ യൂട്യൂബേഴ്സുണ്ട്, അവരുടെയൊക്കെ എടുത്തങ്ങ് സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇവരെയൊക്കെ തെറി പറയുന്ന കേട്ടോണ്ടാടി നിനക്കൊക്കെ എതിരെ ഞങ്ങൾ പ്രതികരിച്ച് തുടങ്ങിയത്. ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് ഞങ്ങൾ സേവ് ചെയ്ത് നിർത്തിയതേ ഉള്ളൂ. ഞങ്ങൾ പലരും ഞങ്ങളെ എല്ലാം നീ അപരാധിത്തരം അവളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നീ അപരാധിത്തരം പറഞ്ഞത് കൊണ്ടാടി കടയാടി മോളെ ഞങ്ങൾ പ്രതികരിച്ച് തുടങ്ങിയത്. നീ ആ കുട്ടി എന്ന് പറഞ്ഞത് നീ 1-2 മാസം എടുത്തിട്ട് അപരാധിച്ചത്. ഇപ്പം അവളെയൊക്കെ നീ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളെ ഏതാണ്ട് അങ്ങ് മുമ്പാവെന്ന് വിചാരിച്ചോണ്ട് ഇറങ്ങി അത് നീ അങ്ങ് മടക്കി ചൂട്ടിൻ്റെ കാലിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കത്തേ ഉള്ളൂ. അംഗീകരിക്കത്തില്ല, ഒരു അംഗീകരിക്കത്തില്ല. മനസാക്ഷിയുള്ള മനുഷ്യരാണ് അവക്കൊക്കെ പിന്നാലെ ചെന്ന് അവളെയൊക്കെ ഹെൽപ്പ് ചെയ്ത് നിന്നത്. ഇപ്പം നീ അവളെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിനക്കൊക്കെ റീച്ച് ഉണ്ടാകാൻ, വല്ലതും ഞണ്ണണമെങ്കിൽ, പൊട്ടിയടിക്കണമെങ്കിൽ, ആ കാറ് കയറി പാതിരാത്രിക്ക് അമ്മയ്ക്കും മോക്കും ലോകസഞ്ചാരം നടത്തണമെന്നുണ്ടെങ്കിൽ, അല്ലേ മോളെ ഡോക്ടറേറ്റ് പഠിപ്പിക്കണമെന്നുള്ള നിൻ്റെ മോഹം നടക്കണമെന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ ഇങ്ങനെ അപരാധിക്കണം, ഇങ്ങനെ റീച്ച് ഉണ്ടാക്കണം, യൂട്യൂബിനകത്തൂടെ നിനക്ക് ഉണ്ടാക്കടി, തിന്നടി. പക്ഷേ മറ്റുള്ളവരെ പറഞ്ഞ പോലെ പറയാൻ വന്നാൽ ഇതേപോലെ നിൻ്റെ അപ്പനപ്പൂപ്പന്മാരെ, നിൻ്റെ മക്കളെ, അല്ലെ നിൻ്റെ തലമുറയും പറഞ്ഞുകൊണ്ടിരിക്കും ബാക്കിയുള്ളവർ. മനസ്സിലായോ? നീയൊക്കെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് എന്നെപ്പോലുള്ളവരുടെ ഈ പ്രതികരണം. നീയൊക്കെ ഡോക്ടറെ തെറി പറയുന്നല്ലോടാ, ഡോക്ടർ റോസിയെ തെറി പറയുന്നല്ലോടി. ഇതിനൊക്കെ എന്താ യോഗ്യതയാടി? അന്തസ്സായിട്ടുള്ള കുടുംബങ്ങളിൽ ജനിച്ച് തള്ളയും തന്തയന്മാരും പഠിപ്പിക്കാൻ വിട്ടപ്പം പോയി പഠിച്ച് നല്ല രീതിയിൽ ജോലി ചെയ്ത് അന്തസ്സായിട്ട് ജീവിക്കുന്നു. നീയൊക്കെയോ പഠിപ്പിക്കാൻ വിട്ട സമയത്ത് കണ്ടവൻ്റെ നെഞ്ചത്ത് കയറി നടന്നത് കൊണ്ട് ഇങ്ങനെ യൂട്യൂബിനകത്ത് വന്നിരുന്നിട്ട് അപരാധിച്ച് തുണി പൊക്കി കാണിച്ച് നീയൊക്കെ ജീവിക്കുന്നു. ഈ ജോൺ സ്പാ എന്ന് പറയുന്ന മൈരൻ, ഈ മൈരനെ നിനക്കൊക്കെ അപ്പൻ്റെ അപ്പൂപ്പൻ്റെ മറ്റേടത്ത് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് നീ വന്നിരുന്ന് തെണ്ടുന്നുണ്ടല്ലോടാ. നീ വന്നിരുന്നിട്ട് ഒരു യൂട്യൂബ് ചാനൽ വളർത്തി അതിനകത്തിൽ കൂടെ നിനക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആന്നല്ലോടാ. എത്ര അണ്ടിക്ക് മറുകുള്ളവനാന്നേലും നീ വന്ന് തണ്ടുന്നേ. ലൈക്കടിക്കുന്നു. ഞങ്ങളൊക്കെ പഠിക്കാൻ പോയ കാലത്ത് ഞങ്ങളെ പഠിപ്പിച്ചത്, ഞങ്ങളുടെ വീട്ടുകാർ പഠിച്ചത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ജോലി ചെയ്ത് 10 പൈസ ഞങ്ങളുണ്ടാക്കുന്നത്. ഞങ്ങളെ കണ്ട വഴി നീളെ കാലാപെറുക്ക് നീയൊക്കെ വന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കുമോ? പൂമൈരയെന്ന് പറയും ഞങ്ങൾ, കാക്കിച്ച് തുപ്പും നിന്നെപ്പോലുള്ളവരുടെ മുഖത്ത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വന്നിരുന്നിട്ട് ഡോക്ടർ വന്നിട്ട് ടുഗദർ ഇട്ടിട്ട് കുരയ്ക്കും. അങ്ങനെ നീയും നിൻ്റെ മറ്റവളോട് എന്തുവാടാ കാണിക്കുന്നത്? ടുഗദർ ഇട്ടിട്ട് പാതിരാത്രി മൊത്തം കസേര കളിച്ച് ലിപ് ലോക്കും കൊടുത്ത് നേരം വെളുക്കുമ്പോൾ പാതിരാത്രി മൊത്തം കസേര ഐമയിരുമായിട്ട് കസേര കളി. നേരം വെളുത്ത് ഐമയിരിൻ്റെ കസേര കളിയിൽ കണ്ട ഭാവങ്ങളൊക്കെ ഓർത്തോണ്ട് പെണ്ണും പിള്ളയ്ക്ക് ലിപ് ലോക്ക്. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുവടാ അവൾ? എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? നീ ഇതൊക്കെ പറയുന്നതല്ലേ ഉള്ളൂ, ഇതൊക്കെ സത്യത്തിൽ സംഭവിക്കുന്നതാണോ? നിന്നെ ആ 7 അയലത്ത് അവൾ അടുപ്പിക്കുമോ? 1-2 വെറ്റ് കാണും എന്തോ പാരമ്പര്യം നിലനിർത്താൻ. നിന്നെ 7 അയലത്ത് അടുപ്പിക്കത്തില്ല വൃത്തിയും വീർവില്ലാത്ത നിന്നെ. കണ്ടാലൊരു ചെതവുണ്ടോടാ? എന്തോ വാടാ ചെതവില്ലെങ്കിലായിരുന്നു രാവിലെ വൃത്തിയായിട്ട് വന്നൊന്നിരുന്ന് കാണിറാ സമൂഹത്തിൻ്റെ മുന്നിൽ. ഇതെന്തു വാടാ നീ? സത്യം ഛർദ്ദിക്കാൻ വരും നിൻ്റെ ആ ഒരു മൂന്ന് കണ്ടാൽ.
അവനൊക്കെ പറയും എൻ്റെ അമ്മയങ്ങ് മറ്റേടത്തെ ആളാണ്, എൻ്റെ അമ്മ അങ്ങ് മറ്റേതാണ്. എടാ, ഞങ്ങളുടെ വീടുകളിലും ഉണ്ടടാ, ഗവൺമെൻറ്റിൽ നല്ല രീതിയിൽ സാലറി വാങ്ങിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്, നല്ല രീതിയിൽ പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്, പച്ചമഷിയുണ്ട്, ഒപ്പിടുന്ന ആൾക്കാർ, ഗസറ്റഡ് ഓഫീസേഴ്സ് ഉണ്ടടാ. പക്ഷേ ഇതൊന്നും ഞങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നില്ല, മനസ്സിലായോ? അവർക്ക് തന്നെ നാണക്കേടായിരിക്കും ഞാൻ ഇങ്ങനൊരു രീതി വന്നിരുന്ന് നിന്നോടൊക്കെ പ്രതികരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ മെറ്റേടത്ത് അവരുണ്ട് ഇവരുണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോടാ. അവൻ്റെ അങ്ങ് അക്കുട്ടിയെ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവനങ്ങ് ഉണ്ണിയുടെ ചുണ്ണിക്ക് വലിപ്പം എടുക്കാൻ തുടങ്ങി. ഇവൾ ഉണ്ണിയുടെ ചുണ്ണി പൊക്കി നോക്കാൻ നടക്കുന്ന എന്തിനാടാ? നിൻ്റെ ചുണ്ണിക്ക് അപ്പം കൊള്ളാഞ്ഞിട്ടാണ് കസേരകളിലൂടെ നീ ചുണ്ണി കാണിച്ചു കൊടുത്തല്ലേ? നേരെ പാതിര വെളുക്കോളം നീ ചുണ്ണി കാണിച്ചുകൊണ്ട് കൊടുത്തായിരിക്കുമല്ലേ ഇവളെ ഉണ്ടാക്കുന്നത്, ഇവൾ നിൻ്റെ ഒപ്പം നിൽക്കുന്നത്. ആ ചുണ്ണി കണ്ടാൽ പോരെയോ? അവളെന്തിനാടെ ഉണ്ണിയുടെ ചുണ്ണി കാണാൻ പോന്നേ? അന്തസ്സായിട്ട് നല്ല രീതിയിൽ നടക്കുക, നല്ല കുടുംബത്തിൽ പറഞ്ഞ നല്ല ചുള്ളൻ ചെറുക്കന്മാരൊക്കെ കണ്ടപ്പോൾ നിനക്കൊക്കെ അരിപ്പ് അല്ലേ? നാലാളുടെ വെട്ടത്ത് നല്ല രീതിയിൽ വന്ന് സംസാരിക്കുകയും എല്ലാ തരത്തിലും നല്ല മിടുക്കനായിട്ട് നിൽക്കുന്ന ചെറുക്കനെയൊക്കെ കാണുമ്പോൾ നിനക്ക് എന്നാടാ ഇത്ര കുത്തിക്കഴപ്പ്, ചൊറിച്ചിൽ? തന്നെ ഇരുന്ന് മാന്തടാ. നേരം വെളുക്കുമ്പോൾ ലൈവ് ഉണ്ടാക്കിക്കൊണ്ട് ഇറങ്ങും പോലെ അടിമോന് വേണം, ആവശ്യത്തിന് വേണം. എന്താന്നാ മനുഷ്യനെ രാവിലെ പേടിപ്പിക്കാനായിട്ട്? അതുപോലെ ഈ കട്ടിങ്ങൊക്കെ കൊണ്ടിടുന്ന മനുഷ്യരോട്, ഈ വീഡിയോ കട്ടിങ് കൊണ്ടിരുന്ന മനുഷ്യരോട് നേരം വെളുത്തെണീറ്റ് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കട്ടിങ്ങുകൾ കൊണ്ടിട്ട് ഞങ്ങളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യിക്കരുതെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. ഞങ്ങൾക്കിടെ ഒരു വലിയ റിക്വസ്റ്റ്. അയ്യോ, എന്തോന്നാ നടക്കുന്നേ? അവരാദിത്തരം മൊത്തം കാണിച്ചു കൂട്ടിയിട്ട് കണ്ട നാട് നീളെ അവൾ ഇങ്ങോട്ട് വന്ന് അങ്ങ് പ്രശസ്തയാകാൻ കണ്ട ആണുങ്ങളെയും വിളിച്ചുകൊണ്ട് മോളെ കാവിൽ നിർത്തി. ഒരു കാറുണ്ട് അവൾക്ക്, അത് എങ്ങാണ്ട് സെക്കൻഡ് ഹാൻഡ് ഒരു കാർ അങ്ങോട്ട് വാങ്ങിച്ചിട്ടിട്ട് അതിനകത്തോട്ട് നേരം വെളുക്കുക, അതും കൊണ്ട് അങ്ങ് ഇറങ്ങും. എന്നിട്ട് അവൾ കണ്ട ആണുങ്ങളെ എല്ലാം വിളിച്ച് കാറിനകത്ത് കയറ്റി ഇരുത്തുക, മോളെ പുറത്ത് കാവിൽ നിർത്തുക. മോള് പുറവശത്തു നിന്ന് നോക്കി നിൽക്കും. അമ്മ സുനായുടെ അളവെടുക്കുമ്പോൾ ആരേലും വരുന്നുണ്ടോയെന്ന്. ഉണ്ടെന്നുണ്ടെങ്കിൽ മോള് സിഗ്നൽ കൊടുക്കും. ഡോക്ടറേറ്റിന് പഠിക്കാൻ നിൽക്കുന്ന മോളാണ്, അവൾ സിഗ്നൽ കൊടുക്കും. ഇതൊക്കെ എന്തൊരു കുടുംബക്കാരാണ് ഇതൊക്കെ? ഈ മോള് നല്ല രീതിയിൽ വരുമോ? ഈ അമ്മ കാണിക്കുന്ന ഈ ഒരു തോന്നിവാസത്തിന് ഇത് കണ്ട് ഇതിനെല്ലാം സപ്പോർട്ട് കൊടുക്കുന്ന പല ഐഡികൾ ഉണ്ടാക്കി ഇതിനകത്തെല്ലാം അപരാധിച്ച കവനിടുന്ന ഇവിടെ മോള് എന്തൊരു പ്രിയയാ, ഏതോ ഒരു പ്രിയ എന്നും പറഞ്ഞുകൊണ്ടൊരു അവരാതി. ഇവളെയൊക്കെ എന്നതാടി? ഇവക്കൊക്കെ എന്താ വാടി സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന നേട്ടം? ഇതുപോലെ നെഗറ്റീവ് എനർജി സമൂഹത്തിന് വളർത്തി വെക്കുന്ന, അല്ലെ സമൂഹത്തിന് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു നികൃഷ്ട ജീവിയെ കൂടെ നീ സമൂഹത്തിന് നൽകുന്നേ. നീയും ഇങ്ങനായി. നിൻ്റെ മകളെ ആ ഒരു ലെവലിൽ നീ കൊണ്ടുവരുത്തിക്കാതെ എന്നിട്ട് വന്നിരുന്ന് നാട്ടിലുള്ള അന്തസ്സായിട്ട് ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളെ വേശ്യേന്ന്, ഐഷയെ നീ വേശ്യെന്ന് വിളിച്ചു. അവളോട് മൂക്കിക്കയുടെ ചോര വരുന്നടി. രാത്രി മൊത്തം ആ സ്ത്രീയെ നിനക്ക് ഉറക്കത്തിന് കാവലിരുന്നിട്ട് ഞാൻ ആ സ്ത്രീയെ വിളിക്കുന്ന സമയത്ത് അയ്യോ എൻ്റെ എന്തോ അവൾക്ക് മൂക്കിക്കൂടെ ചോര വന്നടി, എന്നെ കാണിച്ചടി, അവൾ ഉറങ്ങിയില്ലടി, അവൾക്ക് ഭയങ്കര പ്രഷറാടി, അവൾക്ക് മറ്റവളെ അടിക്കണവടി, അടിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്തിത്താ നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? അവളൊക്കെ ചെയ്ത് കൂട്ടുന്നതിൻ്റെ അവളൊക്കെ അനുഭവിക്കും. നിങ്ങളെ വിട്ടുപിടിക്കുക. എത്ര പറഞ്ഞിട്ടും അവൾക്ക് കേട്ടില്ല. ലാസ്റ്റ് അവളുടെ പൈസ അവൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അറബി നാട്ടിൽ സ്ത്രീകൾ വന്ന് കിടന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ അവസ്ഥ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഏത് രീതിയിൽ നിന്നാലാണ്, ഏത് രീതിയിൽ ഒന്ന് കുത്തിയിരിക്കാൻ നേരം കിട്ടാത്ത മനുഷ്യർ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന പൈസ നിൻ്റെ അണ്ണാക്കിൽ കുത്തിക്കയറ്റി തന്നു. എന്നിട്ട് നീ എന്താ അവരെ വിളിച്ചത് വേശ്യയെന്ന് അല്ലേ? അങ്ങനെ വേശ്യയായി ജീവിച്ച ഒരു സ്ത്രീയുടെ മോളായതുകൊണ്ടാണ് നീ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നീ മറ്റ് സ്ത്രീകളെ വേശ്യയെന്ന് വിളിക്കുന്നത്. നിൻ്റെ അമ്മ വെറും കൂത്തിച്ചി.
നിൻ്റെ അമ്മ വെറും ഈ ഐമേരിൻ്റെ അമ്മ വെറും കൂത്തിച്ചിയായിട്ടാണ് മറ്റ് സ്ത്രീകളെ എടുത്ത വായിൽ വേശ്യെന്ന് നീ സംസാരിക്കുന്നത്, നീ സംബോധന ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ പോട്ടെന്ന് നമ്മൾ വിചാരിക്കും തോറും എങ്ങനെ എവിടിട്ട് ചൊറിയാമോ അവിടിട്ട് ചൊറിയാൻ അവൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവൾക്ക് റീച്ച് വേണം, അവൾക്ക് കണ്ടൻറ്റ് വേണം. എടി കണ്ടൻറ്റിന് വേണ്ടി ഞാനൊരു പറയാം, നീ ചെയ്യുന്ന ആ കസേരകളി, നീ വന്ന് സലീമിനെയും ജയ്മൈരനെയും ഒക്കെ ഉണ്ടാക്കി കാണിക്കുന്ന ഈ കസേരകളി നീ അങ്ങ് പബ്ലിക്കാക്കടി. പാതിരാത്രി 12 മണി 1 മണി 2 മണി നാട്ടുകാർ ഉറങ്ങുന്ന സമയത്ത് നീ വന്ന് ലൈവ് ഇടുമ്പം നിൻ്റെ ഇൻബോക്സിൽ സിഗ്നൽ കൊടുക്കുന്നതാണ് നീ. നിൻ്റെ ഇൻബോക്സിൽ ആൾക്കാർ വിടാൻ, ഇൻസ്റ്റാഗ്രാം വഴി ആൾക്കാർ കയറി ഇറങ്ങാൻ ഇല്ലേ? എന്നിട്ട് നീ കളിക്കുന്ന കസേരകളി അവിടെ ലൈവ് ഇറി, നീ കാണിച്ചു കൊടുക്കുന്ന ലൈവ് ഇറി. ആ ലൈവ് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് വേറെ ഒന്നും വേണ്ട. നീ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ പുട്ടി അടിച്ചിട്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ മറ്റു പിള്ളേരും വിളിക്കുന്നുണ്ട് ജാൻ അമ്മിണി. ഈ ജാൻ അമ്മിണി എന്ന് വിളിക്കുമ്പോൾ അവരുദ്ദേശിക്കുന്ന ആൾ നമ്മുടെ പ്രശസ്തയായ നമ്മുടെ ജാൻ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഒരു ട്രാൻസ്ജെൻഡർ, അവരെയാണ്. അവരൊക്കെ എത്ര നല്ല സ്ത്രീകളാണ്, നല്ല സ്ത്രീകളാണ്. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നവരെയൊക്കെ അവരെ നീ ഉപമിക്കുന്നത് പോലും നാണക്കേടാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ അമ്മിണി, തൊട്ടിൽപ്പാലം അമ്മിണി എന്നാണ് നിനക്ക് പറ്റുന്ന പേര്. ഞാൻ തൊട്ടിൽപ്പാലം അമ്മിണി. എടി നിന്റെ നാട്ടുകാരനല്ലേ എടി പറഞ്ഞത് നീ തൊട്ടിപ്പാലത്തിന് പാതിരാത്രി കാറ് എടുത്തോണ്ട് അമ്മയും മോളൂടെ പോകും, തൊട്ടിപ്പാലത്തിന് നേരെ ചെന്ന് മുട്ടുകുത്തി നിന്ന് കൊടുക്കും. വരുന്നവരെല്ലാം നല്ല പണി തന്നിട്ട് അണ്ണാക്കി തന്നിട്ട് നിനക്ക് 100 രൂപയും തന്നിട്ട് പോകും. ഇതാണ് നിൻ്റെ അമ്മയുടെ മോടെ വരുമാനമെന്ന്. ആ മോള് കാവല് നിൽക്കും, കാറിനകത്തിരുന്ന് കാവല് നിൽക്കും. ഇതാ തൊട്ടിപ്പാലത്ത് നടക്കുന്നതെന്ന് നിൻ്റെ നാട്ടുകാരനാണോടി വന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞത്. അത് ഏറ്റു പറഞ്ഞ ഞങ്ങൾ കുറ്റക്കാരോ? വേണം നാണവും മാനവും അന്തസ്സും ആഭിജാത്യമുള്ള അമ്മ അച്ഛനും അമ്മയ്ക്കും ജനിക്കണോടി. അങ്ങനെ ജനിക്കാത്തതിൻ്റെ കുറ്റമാണ് നീ ഇപ്പം വന്നിരുന്ന് ഈ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിനക്ക് അവരാത്തരം പറയാം, അപൂർവ എന്നൊരു ചാനലുണ്ടെന്ന് പറയുന്നു, അതിനകത്ത് അപ്പടി തെറിയാണെന്ന് പറയുന്നു. പക്ഷെ ഇതൊക്കെ കാണാൻ പോകുന്ന മനുഷ്യരോടാണ്. നിങ്ങൾക്കൊന്നും വേറെ വേലയില്ലേ? എന്തിന് പോയി ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജി നമ്മുടെ തലയിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നു? അതൊന്നും കാണാതെ എത്രയെത്ര നല്ല കാര്യങ്ങൾ കാണാനിരിക്കുന്നു, അതൊക്കെ കാണുക. ഒരു രാജേശ്വരി അമ്മയെന്ന് പറഞ്ഞൊരു സ്ത്രീ, ഇവർക്കൊന്നും ഒരിതുമില്ലേ? നിനക്കൊക്കെ ഇത്രയും. അതുപോലെ തന്നെ ഇന്നലെ വന്ന് തങ്കമണി 55 എന്നവർക്ക്. എടി 55 നിനക്ക് പക്വതയായിട്ടില്ലല്ലോ എടി. ഇന്നലെ നിന്നെ ലൈവിലിരുത്തി, നിൻ്റെ കോളിലിരുത്തിക്കൊണ്ട് ആ ജയ്മൈരൻ ചോദിക്കുന്നിട്ട് ചക്കയുണ്ടോയെന്ന്. എടി നിൻ്റെയൊക്കെ ലെവലിൽ വരുന്ന ആ കമൻറ്റുകളും നിൻ്റെയൊക്കെ ലാംഗ്വേജിലുള്ള ആ ഒരു ഭാഷയെ വായിച്ചിട്ടാടി അവൻ ഇന്നലെ ചോദിച്ച ചക്കയുണ്ടോയെന്ന്. മനസ്സിലായോ? അവൻ അവിടെ നിനക്കിട്ട് കുത്തി സിസ്റ്ററെ എന്ന് വിളിക്കുന്ന നിനക്കിട്ട് ചക്കയുണ്ടോയെന്ന്. മനസ്സിലായോ? അത് ഏത് രീതിയിലാണ് അവൻ ചോദിച്ചതെന്ന്. നിന്നെയൊക്കെ ആ രീതിയിലേ കാണത്തുള്ളൂ. ഇവിടെയൊക്കെ ലൈവുകളിൽ പോയി കമൻ്റ് ഇടുന്ന ഓരോ സ്ത്രീകളെ അവർ നൽകുന്ന കൂടിരുന്ന് കമൻ്റ് ഇടുന്നവന്മാർ, തൊളവടയെ പോലുള്ള അവന്മാർ നൽകുന്ന വില അത്രയുള്ളടി. പബ്ലിക്കായിട്ട് അവൻ ചോദിച്ചേ തങ്കമണി ചക്കയുണ്ടോയെന്ന്. മനസ്സിലായ? ഈ വിലയെ നിനക്കൊക്കെ കിട്ടാൻ പോകുന്നുള്ളൂ. ഇനിയും കൂടുതലൊന്നും പറയുന്നില്ല. ഇന്ന് രാവിലെ എണീറ്റ് വരുമ്പം ഈ തണുത്ത പ്രഭാതത്തിൽ ഞാൻ കേട്ട കുറച്ച് കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. പക്ഷേ ഇനിയും ഞാൻ പറയും, അണ്ണാക്കിലടിച്ച് തരുന്ന വർത്തമാനം ഞാൻ പറയും. കാരണം അതാണ് നീയൊക്കെ ചെയ്യുന്നത്. കാരണം നിനക്കൊക്കെ ചാനൽ വളർത്തുക, എനിക്ക് ചാനലൊന്നും വളർത്തണ്ട. 50 പേരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് വീഡിയോ ഇടാനും സബ് ഇടാനും ആൾക്കാർ അത് നിമിഷ നേരം കൊണ്ടുണ്ടാവും. മനസ്സിലായോ? എനിക്ക് ചാനൽ വളർത്തുമോ അതിനകത്ത് നിന്ന് 10 പൈസ ഉണ്ടാക്കി തിന്നുകയോ ചെയ്യേണ്ട ഗതികേടില്ല. ദൈവം തന്നിട്ടില്ല. നാളെ തന്നാലും ഈ ഒരു രീതിയിൽ പോയിരുന്ന് ഞാൻ ഉണ്ടാക്കി തിന്നാൻ പോകത്തില്ല.
അതുകൊണ്ട് അടുത്ത ഒരു വീഡിയോ അല്ലെ ഒരു കട്ടിങ് എൻ്റെ കണ്ണിൽ കണ്ട് ഞാൻ കഴിവതും ഞാൻ കാണാതിരിക്കും. ഓപ്പൺ ആക്കത്തില്ല ഞാൻ അങ്ങനെ വരുന്ന കട്ടിങ്ങുകൾ. അവൻ രാവിലെ പറയുന്നു എന്തുവാ മിനി ചേച്ചിയാന്ന് തോന്നുന്നു അവൻ പറയുന്ന ഒരു സംഭവം ഞാൻ കണ്ടു. ബന്ദർക്ക ബെച്ച. എടാ സ്വന്തം ഒന്ന് കണ്ണാടി പോയി നോക്കടാ. ബന്ദർ നീയല്ലേടാ. അവർ ബന്ദർക്ക ബെച്ചയാണെങ്കിലും കുഞ്ഞുങ്ങളുടെ മുഖത്തിനൊരു ഐശ്വര്യം ഉണ്ടടാ. നീ എന്താ ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങേയറ്റം മൂത്ത് നരച്ചൊരു ഗോറില്ല അല്ലേ, ചിമ്പൻസി. അങ്ങനെ നിൻ്റെ മോന്ത ഇരിക്കുന്നത്. നീ ബന്ദർക്ക ബെച്ച എന്ന് പറയുമ്പോൾ അവിടെ ബെച്ച വന്നു. അതൊരു കുഞ്ഞിൻ്റെ മുഖമാണ് അവിടെ വരുമ്പം. ആ കുരങ്ങിൻ്റെ കുഞ്ഞുങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. പക്ഷെ നീയോ എന്താന്ന് നിൻ്റെ ആ മോന്ത കണ്ടാൽ കഞ്ഞി കുടിക്കുവോടാ. എടാ അതിൻ്റെ കൂട്ടത്തിൽ രാവിലെ എണീറ്റ് കുളിച്ച് പല്ല് തേച്ച് നല്ല ഡ്രസ്സ് ഇട്ട് നടക്കാനുണ്ടോടാ നിനക്ക്? ഒരു മാസക്കാലം നിൻ്റെ ലൈവുകളിൽ ഒറ്റ ഡ്രസ്സിലാണ് നീ നിരുന്നേ. അങ്ങനെ നല്ല തുണിയൊക്കെ ഇട്ട് നല്ല അന്തസ്സായിട്ട് വന്നിരുന്ന് ലൈവ് ഇടാ. നീ ലൈവ് ഇടുമ്പം നിൻ്റെ ആ ഒരു എന്താ ഫോണിലോട്ട് നോക്കിയിരുന്നല്ലേ നീ ചെയ്യുന്നേ. നിനക്ക് ഒരു ഉളുപ്പും തോന്നാറില്ലേ? നിൻ്റെ ആ മോന്ത കണ്ടിട്ട് എങ്ങനെ ധൈര്യം വന്നടാ ഈ മോന്തയും കൊണ്ട് നിനക്കിങ്ങനെ സമൂഹത്തിൽ വന്നിരുന്നു ഇങ്ങനെ കൊണയടിക്കുക? എന്തായാലും നമുക്കിനിയും കാണാം കേട്ടാ. ബന്ദറേ ചിമ്പാൻസി ജോൺസ്പാ കോട്ടയംകാരെ തന്നെ പറയിപ്പിക്കാനുണ്ടായ മാർട്ടിൻ തോമസേ. ബാക്കി തരാം.